ഈ സീസൺ IPL-ന് ഡ്രീം സ്റ്റാർട്ട് കിട്ടിയ ടീമുകളിൽ ഒന്നായിരുന്നു ഡൽഹി ക്യാപിറ്റൽസ്. ആദ്യ 6 മത്സരങ്ങളായപ്പോൾ തന്നെ 10 പോയിന്റ് നേടി പ്ലേ ഓഫ് ഉറപ്പായും കളിക്കുമെന്ന് തോന്നിച്ചിരുന്നു. പക്ഷേ പിന്നീട് അടുത്തെറ്റി ഡൽഹി എലിമിനേറ്റ് ആവുകയാണ് ഉണ്ടായത്. അവസാന 8 മത്സരങ്ങളിൽ ഒരു നോ റിസൾട്ടും 5 തോൽവിയുമാണ് ഡൽഹി ഏറ്റുവാങ്ങിയത്. പഞ്ചാബുമായുള്ള മത്സരം ആദ്യം ഉപേക്ഷിക്കാതെ അന്ന് കംപ്ലീറ്റ് ആയി നടന്നിരുന്നുവെങ്കിൽ ആ ഗെയിം ജയിക്കുമായിരുന്നു എന്നതും സംശയമായിരുന്നു. ബേസിക്കലി ഡൽഹിക്ക് പണിയായത് അവരുടെ ടോപ്പ് ഓർഡറിന്റെയും സ്പിൻ ഡിപ്പാർട്ട്മെന്റിന്റെയും ഫെയിലിയർ ആയിരുന്നു. ഫാഫ് ടു പ്ലസി, ജേക്ക് ഫ്രാസർ, അഭിഷേക് പോരൽ, കരുൺ നായർ, KL രാഹുൽ തുടങ്ങി 5 താരങ്ങളെയായിരുന്നു ഡൽഹി ഇത്തവണ ഓപ്പണിംഗിൽ പരീക്ഷിച്ചത്. ഇതിൽ രാഹുൽ ഒഴികെ ബാക്കി എല്ലാവരും ഓപ്പണിംഗിൽ ഫ്ലോപ്പ് ആയിരുന്നു. തുടക്കത്തിൽ ഡൽഹി ജയിച്ച മത്സരങ്ങൾ നോക്കിയാലും RCBയും ചെന്നൈയുമായിട്ടും രാഹുലിന്റെ ബാറ്റിംഗ് കൊണ്ടും LSGക്കെതിരെ അസതോഷിന്റെ മിറക്കൽ കൊണ്ടുമായിരുന്നു ആദ്യ 4 മത്സരത്തിൽ 3 എണ്ണവും അവർ വിജയിച്ചത്. അസതോഷ്, സ്റ്റബ്സ്, വിബ്രാജ് തുടങ്ങി നല്ലൊരു ഫിനിഷിംഗ് ലൈനപ്പ് ഡൽഹിക്കുണ്ടായിരുന്നു. ഒട്ടുമിക്ക മത്സരങ്ങളിലും ഇവർ സ്റ്റെപ്പും ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ടോപ്പ് ഓർഡർ ടീമിന് സ്റ്റാർട്ട് കൊടുക്കുന്നില്ല എന്നതായിരുന്നു ഡൽഹിയെ പിന്നോട്ട് വലിച്ചത്. കരുൺ നായർ തന്നെ അവസരം കിട്ടിയ ആദ്യ മത്സരത്തിൽ മുംബൈക്കെതിരെ നന്നായി ബാറ്റ് ചെയ്തിരുന്നു. ആ കരുൺ പിന്നെ മര്യാദയ്ക്ക് ഒരു മത്സരം കളിച്ചത് 14ാമത്തെ ലാസ്റ്റ് ഗെയിമിലായിരുന്നു. ഓവറോൾ ഇതായിരുന്നു ഡൽഹിയുടെ പ്രശ്നവും. രാഹുലിനെ മാത്രം ചുറ്റിപ്പറ്റിയായിരുന്നു ടോപ്പ് ഓർഡർ നിന്നത്. രാഹുൽ ഔട്ടായാൽ കളി അതോടെ തീരുമാനമാവുകയും ചെയ്യുന്നു. പിന്നെ ഏറ്റവും വലിയ തലവേദനയായി മാറിയത് കുൽദീപ്, അക്ഷർ പട്ടേൽ തുടങ്ങി 2 സ്പിന്നേഴ്സിന്റെയും ഫോമായിരുന്നു. അക്ഷർ പട്ടേൽ 12 മത്സരത്തിൽ 5 വിക്കറ്റ് മാത്രം നേടിയപ്പോൾ കുൽദീപ് 14 മത്സരത്തിൽ 15 വിക്കറ്റ് നേടി. പക്ഷേ ഈ 15 വിക്കറ്റിൽ 8 വിക്കറ്റ് ആദ്യ 4 മത്സരത്തിലായിരുന്നു കുൽദീപ് നേടിയത് എന്നത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നീട് നടന്ന 10 മത്സരത്തിൽ 7 വിക്കറ്റാണ് കുൽദീപിന് കിട്ടിയത്. മിഡിൽ ഓവേഴ്സ് കൺട്രോൾ ചെയ്യുക എന്ന ഉത്തരവാദിത്തം ഈ 2 പേർക്കും ചെയ്യാൻ പറ്റാതെ പോയതോടെ ഓപ്പോസിറ്റ് ടീമിന് ഇന്നിംഗ്സ് ബിൽഡ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഒട്ടുമിക്ക മത്സരത്തിലും കിട്ടുന്നുണ്ടായിരുന്നു. മെയിനായി ഈ 2 കാരണങ്ങളാണ് ഡൽഹിയുടെ ഈ സീസൺ നശിപ്പിച്ച് കളഞ്ഞത്. ടീം സെലക്ഷൻ നോക്കിയാൽ പേഴ്സണലി നടരാജനെ കളിപ്പിക്കാതിരുന്നത് ഒരു നല്ല തീരുമാനമായി എനിക്ക് തോന്നിയിരുന്നില്ല. വെറും 3 ഓവർ മാത്രമായിരുന്നു നടരാജൻ ഈ സീസണിൽ എറിഞ്ഞത്. മുകേഷ് കുമാർ ഒട്ടുമിക്ക മത്സരത്തിലും തല്ലുകൊണ്ടിട്ടും നടരാജനെ പരീക്ഷിക്കാൻ ഡൽഹി തയ്യാറാകുന്നില്ലായിരുന്നു. അടുത്ത വർഷത്തേക്ക് പോകുമ്പോൾ ടീമിൽ അത്ര വലിയ മാറ്റം വരുത്തേണ്ട ആവശ്യമുണ്ട് എന്ന് തോന്നുന്നില്ല. കാരണം ഇപ്പോൾ തന്നെ ടീം ഏറെക്കുറെ സെറ്റാണ്. ജസ്റ്റ് താരങ്ങൾ ഫോം അല്ല എന്നത് മാത്രമാണ് അവർക്ക് പ്രശ്നമായത്. ജേക്ക് ഫ്രാസറിനെ പോലെ ഒരു താരത്തിന് നല്ലൊരു സീസൺ കിട്ടിയാൽ അടുത്ത വർഷം ഡൽഹി ഈസിയായി സ്ട്രോങ് ടീമായി മാറും. മേജറായ റിലീസ് ഡൽഹിക്ക് ചെയ്യാമെന്ന് തോന്നുന്നത് ഫാഫ് ടു പ്ലസി, മോഹിത് ശർമ്മ എന്നിവർ മാത്രമാണ്.